ഇത് നമുക്ക് ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു അടിപൊളി വെണ്ടക്ക കറി ഉണ്ട്. അതുപോലെ ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, അപ്പത്തിന് എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു തക്കാളി ചമ്മന്തി ഉണ്ട് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതൊന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് തക്കാളി ചമ്മന്തിയാണ്. അതിൻ്റെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ എരിവിന് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുക. ഈ ചമ്മന്തി നമുക്ക് ചോറിന് കഴിക്കാനും പലഹാരത്തിന് കഴിക്കാനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. മുളക് ഞാൻ ഒരുപാട് കരിയാണ്ട് വറുത്ത് കോരിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് ഉഴുന്നാണ്, മുഴുവനായിട്ടുള്ള ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നൊന്ന് വറന്ന് വന്നതിന് ശേഷം അതിലേക്കൊരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു തുണ്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒന്ന് പച്ചമണം പോയതിന് ശേഷം ഒരു തുണ്ട് കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഇട്ടാൽ മതി. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് കായമാണ്. കായ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ്. നിങ്ങളുടേത് വലിയ ഉള്ളി ആണെങ്കിൽ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച മുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കുക. തക്കാളിയൊക്കെ നല്ല വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിന് നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് നിങ്ങൾക്ക് ലൂസ് പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. ഞാനിപ്പോൾ അത് ലൂസ് പോലെയല്ല, കുറച്ച് കട്ടിയിൽ തന്നെയാണ്. ഞാനത് വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ഇനി ഒരു താളിപ്പിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ ഒന്നും ഇതിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി ചമ്മന്തിയാണ്. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പത്തിനും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വെണ്ടക്ക കറി എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഇത് നമുക്ക് നല്ലൊരു അടിപൊളി പരിപ്പും വെണ്ടയ്ക്കയും പാടുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ചോറിൻ്റെ കൂടെ ഏത് പലഹാരത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കറി തന്നെയാണ്. ഇത് രാവിലെ പുട്ടായിരുന്നു കേട്ടോ. ഞാൻ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പാൽപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. അതിന് പരിപ്പ്, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് 2 വിസിലടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വിസിൽ വന്ന് പോണതിന് സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെണ്ടക്ക വറുത്തെടുക്കണം. വെണ്ടക്ക നന്നായി കഴുകി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്താൽ ഒന്ന് വഴുവഴുപ്പ് ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ്. വറുത്തെടുത്ത വെണ്ടയ്ക്ക ഞാൻ ചട്ടിയിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കർ പ്രഷറൊക്കെ മുഴുവൻ പോയതിന് ശേഷം ഞാൻ തുറന്ന് അത് വെണ്ടയ്ക്കയിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്കയിൽ കൊട്ടിയതിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട്. തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അരപ്പ്, തേങ്ങയും ചെറിയ ഉള്ളിയും അരച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേറെ ഒരു അരപ്പും വേണ്ട, തേങ്ങയും ചെറിയ ഉള്ളിയും മാത്രം മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ചെറിയ ഉള്ളിയും കൂടെ കൂട്ടി അരക്കുമ്പോൾ. അതിന് ശേഷം കുറച്ച് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ചുടുവെള്ളം ഒഴിക്കുക. തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളക്കണ്ട. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഒരു താളിപ്പ് ഇടുന്നത് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും പിന്നെ പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇടുക. കുറച്ച് മുളക് പൊടി ഇടുന്നത് നമ്മുടെ ചാറിന് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. ഓക്കെ, താങ്ക് യു.